രാവിലെ അമ്പലത്തിൽ ബലിയിടാൻ പോവാണ് കേട്ടോ. ഒരു കാട് വഴിയാണ് കേട്ടോ. അന്നേരം ഇവിടെ മയിലൊക്കെ കാണാം കേട്ടോ. എല്ലാത്തിനും കണ്ടു. വീഡിയോയിലൊന്നും കിട്ടിയിട്ടില്ല. നല്ല മഞ്ഞായാലും കോടയായതുകൊണ്ട് അങ്ങനെ ഉണ്ട് പോവാണ് കേട്ടോ. കുറച്ച് പേരേ ഉള്ളൂ. ഒരു ജീപ്പാണ് മക്കളെ കിട്ടിയിട്ടുണ്ട്. ഒരു ജീപ്പാവുന്നത് എല്ലാവരും കൂടി അങ്ങനെ പോയിട്ടിരിക്കുന്നത്. കാരി വയറായതുകൊണ്ട് ഛർദിയും ഒക്കെയാണ് വണ്ടിയിൽ പോകുന്ന വഴിയെല്ലാം. നല്ല മഞ്ഞാണ് കേട്ടോ. നമ്മൾ അത് അമ്പലത്തിൻ്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട്. വെയിലൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. പാർക്കിംഗ് ഏരിയയാണ്. നമ്മളെല്ലാവരും കൂടി ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം കേട്ടോ മുകളിലേക്ക് പോകാൻ. നമ്മൾ ആ സ്റ്റെപ്പെല്ലാം കയറി മുകളിലെത്തിയിട്ടുണ്ട്. നമ്മൾ വട്ടം ചുറ്റി വേണം സീറ്റ് മുറിക്കാൻ. അങ്ങനെ അമ്പലത്തിൻ്റെ പോകുന്ന വട്ടത്തിലാണ് കേട്ടോ. ആ ചുറ്റും അതിലൊന്നല്ല പുറകുവശത്ത് കൂടെയാണ് പോണേ. നല്ല കല്ല് വെച്ച വഴികളാണ് കേട്ടോ. ഫുള്ളും നല്ല കല്ലും കുറേ ചെടികളൊക്കെ ഉണ്ട്. പക്ഷെ നടക്കുന്നിടത്തെല്ലാം ഫുള്ള് കല്ലാണ് കേട്ടോ. കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ വന്നാലേ നടക്കുള്ളൂ, അല്ലെങ്കിൽ തിരക്കൊക്കെ കൂടും. നമ്മൾ വരുമ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മളിതാ റെസീറ്റ് വിളിക്കുന്ന സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. പണ്ട് കല്ലുകൊണ്ടാണ് കേട്ടോ ഈ അമ്പലം ഫുള്ളുള്ളത്. ഞാൻ ആദ്യമായിട്ട് വരുവാണ്. അങ്ങനെ നടയിലെത്തിയിട്ടുണ്ട്. റെസീറ്റ് മുറിക്കാൻ നിൽക്കുവാണ് കേട്ടോ. കുറേ പേരുണ്ട് ആൾക്കാർ തിരക്ക് തുടങ്ങുന്നേ ഉള്ളൂ. കുറേ പേരൊക്കെ റെസീറ്റ് മുറിക്കാൻ താഴേക്ക് പോയി. ഇതാണ് കേട്ടോ അമ്പലം. ഇവിടെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് റെസീറ്റ് തരുന്നത്. അച്ചൂട്ടൻ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് മാലയൊക്കെ കടിച്ച് വലിക്കുകയാണ് കേട്ടോ. നമ്മളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ റെസീറ്റൊക്കെ മുറിച്ച് നമ്മൾ ബലിയിടുന്ന സ്ഥലത്തേക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ തിരിച്ച് വരികയാണ് കേട്ടോ. തിരിച്ച് വരുമ്പോൾ ഇവിടെ ഒരു ഗുളിക പ്രതിഷ്ഠയുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയിട്ട് വേണം കേട്ടോ നമുക്ക് ഇങ്ങോട്ട് വരാൻ. അല്ല, പോയി കഴിഞ്ഞാൽ അവിടെ പോകാണ്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇങ്ങനെ ഒരു കാട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇതിലുള്ളത് പ്രതിഷ്ഠ. കുറേ മരങ്ങളും ഇതാണ് കേട്ടോ. കല്ലിൻ്റെ ഉള്ളിലാണ് കേട്ടോ. കല്ലുകൊണ്ടാണ് ഇവിടെ ഫുള്ളുള്ളത്. ഇപ്പോൾ കല്ലുംകെട്ടിൻ്റെ ഉള്ളിൽ കുറേ പ്രതിഷ്ഠകളാണ്. ഗുളിക പ്രതിഷ്ഠയാണെന്നാണ് അവിടെ കാണിക്കുന്നത്. ശിവൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. കുറേ പേരിങ്ങനെ കല്ലടുക്കി വെച്ചിട്ട് ഇതെന്തിനാണെന്നൊന്നും അറിയില്ല. മോൾക്ക് ഇങ്ങനെ കല്ലൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. കുറേ ചെമ്പകം, കാട്ടുമുന്തിരി കറക്റ്റായിട്ട് കാണുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. കുറേ കല്ലുകളും കാടൊക്കെയാണ് കേട്ടോ ഈ അമ്പലം. ഒരു കാട്ടിൻ്റെ ഉള്ളിലാണ്. പക്ഷെ ബലിയുടെ എല്ലാവരും ഇവിടെയാണ് വരുന്നത്. അങ്ങനെ മലയണ്ണാനിരിക്കുന്നുണ്ട്. വീഡിയോയിൽ ക്ലിയർ ആവുന്നില്ല. ഇതാ തിരിച്ച് വന്നിട്ട് ഞങ്ങളവിടെ നിന്ന്. ഇത് വലിയ കുളമാണെന്ന് തോന്നുന്നു. വെള്ളമൊക്കെ വറ്റി കുറേ പായലുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇറങ്ങി പോകുന്ന സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഈ സ്റ്റെപ്പിലൂടെ നമുക്ക് തിരിച്ച് മേലേക്ക് പോകണം. അമ്പലത്തിൽ പോകുന്ന വഴിയാണ്. നമ്മളിത് പോകുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. 100 പടികളുണ്ട് കേട്ടോ കയറി മേലേക്ക്. അതേപോലെ ഇറങ്ങി വേണം പോകാൻ. നമ്മളങ്ങനെ കഴിഞ്ഞ് തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക്. അത്രയും വീഡിയോ. ടാറ്റ ബൈ.